അടിച്ചു പിരിയുമോ? അഭിനേതാക്കളുടെ സംഘടനയിലെ ചേരിപ്പോരിൽ തന്റെ പരാതി കേൾക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന് അൻസബിയുടെ ആവശ്യം അമ്മ പരിഗണിച്ചേക്കില്ല. രമേശ് പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ, മാല പാർവതി എന്നിവർ ഉൾപ്പെടുന്ന സമിതി വേണമെന്നായിരുന്നു അൻസബിയുടെ ആവശ്യം. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയതിന് നടി ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തറ വനിതാ പോലീസ് സ്റ്റേഷനിലെ SIക്കുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അൻസബ ഇന്നലെ ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. ഇതിൽ പോലീസിന്റെ തുടർ നടപടികൾ ഇന്നറിയാം. അഖില നന്ദകുമാർ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നേരിടുന്നുണ്ട്. അൻസിബ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ടിനി ടോമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ടിനി ടോമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു അഭിപ്രായം പറയാമോ? ഇത് കാണുന്ന പ്രേക്ഷകരോടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇതുപോലൊരു ഫ്രോഡ് പിടിച്ചൊരുത്തരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പല ആൾക്കാരുടെ അഭിപ്രായമാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നല്ല ഇതൊന്നും അല്ല കേട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കേസിൽ അൻസിബ ഏത് രീതിയിലാണ് കേസ് കൊടുത്തതിൻ്റെ ആദ്യത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞു പോയത് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ എൻ്റെ തമ്പ്ലേനെ കുറിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാനച്ഛനെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതും പിന്നെ ജാതി മതം അതിനെക്കുറിച്ച് വെച്ച് സംസാരിക്കുന്നതും ടിനി ടോമിൻ്റെ ഒരു ശീലമായിരുന്നു അവിടെ. പല ആൾക്കാരെ കൊണ്ട് കുത്തി സംസാരിക്കും. ഈ പെണ്ണ് നേരെ പോ എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അൻസിബയെക്കുറിച്ച് ഞാൻ പറയാതെ BB കണ്ടവർക്ക് നല്ല രീതി അറിയാം പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന്. അപ്പോൾ ആ ഒരു വ്യക്തിയെ വെച്ച് മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പല രീതിയിലൊക്കെ പിന്നെ ലാലട്ടൻ്റെ പേര് വെച്ച് സംസാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പന്മാർക്ക് കീഴിൽ കൂടെ നല്ല രീതി പണിയായിരുന്നു ടീംസുകളൊക്കെയാണ് ഈ പറയുന്ന ടിനിയൊക്കെ. ഇപ്പം അവരെയൊക്കെ ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഒരു പണിയില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർ ആ ഒരു സ്ഥാനം കൊടുത്തതെന്ന് ഞാൻ ആലോചിച്ച് നോക്കി. ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ലക്ഷ്മിപ്രിയെ പോലുള്ള ആൾക്കാർ കുറേ ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള അഹങ്കാരം. തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വിളിച്ച് 3 മണിക്കൂറോളം അൻസിബയെ ചോദ്യം ചെയ്ത് ചൂടാവുകയും ചെയ്ത് മോശമായിട്ടുള്ള രീതി സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മേളിൽ നിന്ന് എത്രമാത്രം പ്രഷറും കാര്യങ്ങളൊക്കെ ഈ ഒരു കേസിന് വേണ്ടി അവന്മാരെടുത്ത് ഈ കൊച്ചു അപ്പോൾ അതുപോലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് ലക്ഷ്മിപ്രിയയുടെ വോയിസ് ഞാൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ കാണാത്തവർ പോയി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന ലക്ഷ്മിപ്രിയയുടെ രീതി എന്താണെന്ന്. ഒരുപാട് ഈ പറയുന്ന അൻസിബ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പിന്നെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ആ സംഘടനയിലെ ഈ കൊച്ചു പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആർക്കും ഇതില്ല. അപ്പോൾ പിഷാരടി, ദാന അങ്ങനെയുള്ളവരൊക്കെ കൂടെ ചേർന്ന് ഒരിത് തയ്യാറാക്കി അത് കേൾക്കാനാണെങ്കിൽ ഇവരാണെങ്കിൽ സമ്മതിക്കത്തുമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഒരു മിനിറ്റ്. അൻസിബയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നില്ലെങ്കിൽ ജലബോർഡ് വരെ തൽക്കാലം നിശബ്ദത പാലിക്കുക. നിലവിലെ ഭരണസമിതി മാറി വരുമോ? അതൊക്കെയാണ് ഇനി നോക്കിക്കണ്ട് അറിയേണ്ടത്. നിലവിൽ അൻസിബ നൽകിയ പരാതി കൊച്ചി പോലീസിലേക്ക് എത്തിയിട്ടില്ല. അതിനുശേഷമായിരിക്കും തൃപ്പൂണിത്തറ വനിതാ പോലീസ് സ്റ്റേഷനിലെ SI എന്തുകൊണ്ട് അങ്ങനെ പെരുമാറിയെന്ന കാര്യത്തിൽ വ്യക്തത വരും. എന്തായാലും നിലവിൽ ലക്ഷ്മിപ്രിയയും ഒപ്പം തന്നെ അൻസിബയും തമ്മിലുള്ള പ്രശ്നം ചില ദുസ്സൂചനകൾ വരുന്നൊരു മെസ്സേജ് അയച്ചു. അതിൽ ചില പരാതികൾ ലക്ഷ്മിപ്രിയക്കുണ്ടായി. അൻസിബ നേരിട്ട് ചോദിക്കാതെ വനിതാ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. വനിതാ പോലീസ് അൻസിബയെ നേരിട്ട് വിളിച്ചു വരുത്തി വളരെ മോശമായ രീതിയിൽ ഹരാസ് ചെയ്തു. 3 മണിക്കൂറോളം സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയതിൽ വലിയ മാനസിക വിഷമം എനിക്ക് ഉണ്ടായെന്നാണ് അൻസിബയുടെ പരാതി. അത് പ്രകാരമാണ് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടടക്കം തന്നെ അത് കലക്കി. 1 കോടി രൂപയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഇത്ര രൂപ എങ്ങനെ കെട്ടിവെക്കുകയൊക്കെ ചെയ്യണം. ചിലപ്പോൾ ആ പെൺകുട്ടി അതും കെട്ടിവെക്കും. എന്തായാലും ദൃശ്യം ഹിറ്റ് ആയതാണല്ലോ. എന്തായാലും അത്യാവശ്യം നല്ല പൈസയും കാര്യങ്ങളൊക്കെ കൈ കാണും. എന്തായാലും പോയി കെട്ടിവെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ. കാരണം ഇങ്ങനെയുള്ളവന്മാരൊന്നും വെറുതെ വിടരുത്. പ്രത്യേകിച്ച് ലക്ഷ്മിപ്രിയെ പോലുള്ള അഹങ്കാരികൾക്ക് അവരുടെയൊക്കെ വിചാരം പാർട്ടി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നല്ല. ലക്ഷ്മിപ്രിയെ അഹങ്കാരത്തിൻ്റെ കൂടെ ആരും കാണും ലക്ഷ്മിപ്രിയെ പ്രതീക്ഷിക്കേണ്ട. ഭരണമൊക്കെ മാറിയതും ലക്ഷ്മിപ്രിയ അറിഞ്ഞു കാണുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു സ്റ്റാൻഡില്ലാത്തൊരു സ്ത്രീയാണ്, ഒരു വിവരം കെട്ടൊരു സ്ത്രീ. ഇവരൊക്കെ കൂടാണല്ലോ ഇത് ചെയ്ത് കൂട്ടിയെന്ന് ഓർക്കുമ്പോഴാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ പെണ്ണ് ഇപ്പോൾ കേസ് കൊടുത്ത് നഷ്ടപരിഹാരം ചോദിച്ചെങ്കിൽ ഒരു തെറ്റുമില്ല. കാരണം അവിടെ മാനം പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബാക്കി കൂടെ വെക്കാം. ഒരു പരിഹാരം കാണണം. അതിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ തുടർ നടപടി എന്താകുമെന്ന് ഈ ദിവസങ്ങൾ അറിയാൻ കഴിയും. പക്ഷെ അതോടൊപ്പം തന്നെയാണ് അമ്മ സംഘടനയ്ക്കുള്ളിൽ ചേരിപ്പോരിൽ എന്തായാലും ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നൊരു സൂചന തന്നെ പുറത്തു വരുന്നത്. ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം നിലവിൽ അൻസിബ പറഞ്ഞിരിക്കുന്നത് ഒരു 3 അംഗ പ്രത്യേക സമിതി അവർ ആവശ്യപ്പെടുന്ന ഒരു സമിതി അവരെ കേൾക്കണമെന്നുള്ളതാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അവർ പറയുന്ന പേരുകൾ മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ ഒപ്പം രമേശ് പിഷാരടി, ഇവർ 3 പേര് തിരക്കുള്ളവരാണ്. കൊച്ചിയിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് അവർ പറയുന്ന രീതിയിലേക്ക് അവരെ കേൾക്കണമെന്നത് നിലവിലെ ഒരു പെണ്ണിന്റെ മാനത്തിന്റെ അത്രയൊന്നും വരത്തില്ല മേഡം ഈ തിരക്ക് കാര്യങ്ങളൊക്കെ. എന്നാണ് ഇവന്മാർക്കൊക്കെ തിരക്കുണ്ടായത്? അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെയാണ് ഈ പണം കിട്ടിയതൊക്കെ തന്നെ? പണ്ടൊക്കെ ഓരോരുത്തരും ഓരോ ചാൻസിന് വേണ്ടി നടന്നിട്ടുള്ള ഒരു കാലമാണ്. ഇപ്പോൾ എല്ലാവർക്കും കൊമ്പത്തിരിക്കാൻ തുടങ്ങിയപ്പോൾ സത്യത്തിന് നീതിക്കൊന്നും കൂടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്തുമായിരിക്കും? എന്തായാലും അവർ നിൽക്കുമെന്നാണ് എൻ്റെ മനസ്സിലായത്. പിഷാരടി ഈ പറയുന്ന അൻസിബയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ടിനിയെയും ശ്വേതയും ഒക്കെ ആയിട്ട് സംസാരിച്ചൊരു ഇതായിരുന്നു. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. നടക്കുന്ന കാര്യമല്ല എന്ന് തീർത്ത് പറയുന്ന അമ്മ സംഘടനയുടെ ഭാരവാഹികൾ അത് അവർക്കെതിരെ പെർമിഷനെതിരെ ഒക്കെ തന്നെ ആരോപണത്തിനായിട്ട് പല പ്രശ്നങ്ങളും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരെ കേൾക്കുന്ന കാര്യത്തിൽ വലിയ ആശങ്കകളുണ്ട്. അതേസമയം മുതിർന്ന കാര്യങ്ങൾ മോഹൻലാൽ മമ്മൂട്ടി അടങ്ങുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിഷയത്തിൽ നിന്ന് അകലം പാലിക്കുകയാണ്. സാമ്പത്തിക ക്രമക്കേടുണ്ട്, വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്. അതിൽ അവർ ഇടപെടേണ്ട ഒരു സാഹചര്യമില്ല തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ജനൽമുടിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾക്ക് ഒരു അന്തിമ സമയം. അതുവരെ ഇതുപോലെ കാര്യങ്ങൾ പരസ്പരം ചെളിവാരി അതിന് കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഇനി അറിയേണ്ടത്. ഓക്കെ, ഞാൻ വേറൊരു ന്യൂസ് വെച്ചുതരാവേ. എന്തായാലും നാറി സത്യം പറഞ്ഞിട്ട് ശരിക്കും നാറി. ഇപ്പൊ ഇല്ല പാർവതിയും ടീമും ഒക്കെ രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. അവരൊക്കെ ഇരുന്നൊക്കെ ചിരിക്കുമായിരിക്കും. ഇത് അമ്മ സംഘടനയെന്നല്ല ഇതിന് പറയേണ്ടത്.
സമിതി വേണമെന്ന അൻസിബയുടെ ആവശ്യം താരസംഘടനയായ അമ്മ പരിഗണിച്ചേക്കില്ല. പരാതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരിഗണിക്കും. അൻസിബയുടെ ആവശ്യത്തിന് വഴങ്ങേണ്ടതില്ലെന്നാണ് ഭൂരിഭാഗം ഭാരവാഹികളുടെ അഭിപ്രായം. ഇവിടെ തട്ട് എവിടെ നിൽക്കുന്നുണ്ടോ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു കുഴപ്പം തട്ട് എവിടെ നിൽക്കുന്നുണ്ടോ അവിടെ മാത്രം പിടിച്ച് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സത്യം ആർക്കാണ് ഇവിടെ ബലം, അവിടെ എല്ലാം കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. സത്യവും അവിടെ ഇതായി പോവുക. പല കേസ് കെട്ടിലാണെങ്കിൽ പോലും ഈ അടുത്ത സമയത്ത് രേണുവിന്റെ വിഷയത്തിൽ ഞാൻ 2-3 കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ ഞാൻ കുറ്റക്കാരനായി. അത് കാലത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്. ഇപ്പൊ അൻസിബ അനുഭവിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ ഈ പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവന്മാരെ പോലുള്ളവന്മാരൊക്കെ മൂട് താങ്ങി നിൽക്കണം. അതിന് നീനാക്കുറുപ്പൊക്കെ ബെസ്റ്റാണ്. ഇപ്പൊ അൻസിബയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് അവര്. ഷിന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷിന, അൻസിബയെ കേൾക്കാൻ അമ്മ തയ്യാറായെങ്കിൽ പോലും അൻസിബ ഉന്നയിച്ച ഒരു പ്രത്യേക കമ്മിറ്റി വേണം, രമേശ് പിഷാരടി അടക്കം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ അത്തരം ആവശ്യങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാട്. പക്ഷെ അൻസിബയെ കേൾക്കുക മാത്രം ചെയ്യാമെന്നുള്ള നിലപാടിലേക്കാണോ അമ്മ എത്തുന്നത്? തീർച്ചയായും ജിൽസി അങ്ങനെ തന്നെ കരുതേണ്ടി വരും. അതായത് പ്രത്യേകമായ ഒരു സമിതി രൂപീകരിച്ച് അൻസിബയെ കേൾക്കേണ്ടതില്ല, അതിനുള്ള ഒരു പണം മുടക്കാൻ ഇതിനില്ല, അതിനുള്ള ഒരു പണത്തിനായി അമ്മയിൽ ഇല്ല എന്നുള്ള രീതി തന്നെയാണ് അമ്മ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഇന്നലെയായിരുന്നു അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നടന്നത്. ആ കമ്മിറ്റി യോഗത്തിൽ ഭൂരിഭാഗം കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ അൻസിബയെ കേൾക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമിതി വേണ്ട, കാരണം രൂപീകരിച്ചിട്ടുള്ള സമിതി ഉണ്ട്, ആ സമിതിയിൽ കേട്ടാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷേ അൻസിബയുടെ ആവശ്യം ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന കുക്കു പരമേശ്വരനും അതുപോലെ തന്നെ പ്രസിഡന്റ് ശ്വേതാ മേനോനും മാറി നിന്ന്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി നിന്ന് തന്നെ കേൾക്കണം, ഒരു പ്രത്യേക സമിതി രൂപീകരിക്കണം. അത് രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ മാലാ പാർവതി അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ നിഷ്പക്ഷമായി പെരുമാറുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ അംഗങ്ങളെ മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിക്കണം. ആ സമിതി തന്നെ കേൾക്കണം എന്നുള്ളതായിരുന്നു പ്രധാനമായും അൻസിബ അമ്മയിൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം. പക്ഷേ ആ കാര്യം അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഓരോ പ്രശ്നം വരുമ്പോഴും ഇത്തരത്തിലൊരു സമിതി രൂപീകരിക്കാനും ഓരോ പ്രശ്നം വരുമ്പോഴും ഒരു പ്രത്യേകം ആളുകളെ കേൾക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്നതിനും അമ്മയ്ക്ക് താല്പര്യമില്ല. അത് അമ്മയുടെ ശീലമല്ല. അങ്ങനെ ഒരു നിയമം അമ്മയിലില്ല എന്നുള്ള ആ ഒരു പ്രസ്താവനയിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുകയാണ് അമ്മ നേതൃത്വം. അങ്ങനെ വരുമ്പോഴാണ് ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തുടരുക തന്നെയാണ്. ഇന്നും അൻസിബയുടെ ആവശ്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന ഉണ്ടാകുമോ എന്നുള്ളത് പറയണം. പക്ഷെ എന്നാൽ ഇതൊന്നും അൻസിബയെ നേരിട്ട് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസം അൻസിബ ഹാജരാവണം. അൻസിബയെ കേൾക്കാൻ അമ്മ നേതൃത്വം തയ്യാറാണ് എന്നാണ് അൻസിബയെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് പറ്റില്ല. 1-ാം തീയതിയിൽ ഒന്നുകിൽ 1-ാം തീയതി ഹാജരാകാം, അതല്ലെങ്കിൽ 7-ാം തീയതിക്ക് ഹാജരാകാം. പക്ഷെ അമ്മയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് മുന്നിൽ ഹാജരാകില്ല എന്നുള്ളതാണ് നിലവിൽ അൻസിബ കൊടുത്തിട്ടുള്ള മറുപടി. മനസ്സിലായി. അത് കലക്കിന്ന് തന്നെ പറയാം. കഴിഞ്ഞ വട്ടം ഞാനൊരു വോയിസ് അൻസിബയുടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജനങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. എല്ലാവർക്കും നമ്മൾ കറക്റ്റ് വിവരങ്ങൾ വെക്കുമ്പോൾ കുറെ ആൾക്കാർ സ്കിപ്പ് അടിച്ചു പോകും. ഈ വോയിസും കൂടെ ഒന്ന് കേൾക്കണേ. എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്, ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനക്കുറുപ്പ് ചേച്ചി വന്നു. നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. അറിയില്ല. അപ്പൊ ഈ ഒരു സംഘടനയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നേരത്തെ മുതൽ ഉണ്ടെന്ന് തന്നെ മനസ്സിലായി. ഇത് നേരത്തെ ഒരു ക്ലിപ്പ് ഞാൻ വെച്ചാണ്. ആ വീഡിയോ ആരും ഇങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഈ കാര്യങ്ങൾ ഇച്ചിരി ഗൗരവമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. കാരണം അത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അത്യാവശ്യം ഈ ഒന്ന് ദൃശ്യം മൂവിക്കകത്ത് മാത്രമേ നമ്മൾ കണ്ടുപോകുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കൊന്ന് ബിഗ് ബോസിലും വന്നിട്ടുണ്ടായിരുന്നു. അതിന് നല്ല രീതിയിൽ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ദൃശ്യത്തിന്റെ സെക്കൻഡ് തേടും ഇല്ലെങ്കിൽ പറയുന്ന അൻസിബ ചിലപ്പോൾ ഫീൽഡ് ഔട്ട് ആയിപ്പോയാനെ. ശരിക്കും ശ്രമിക്കുന്നുണ്ട് ഇവിടെ പെടുത്താൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ, ലവ് യു ഗൈസ്.